അടുത്ത segment is about the makeup segment. So in the makeup segment, Lakshmi Menon has come up with the perfect day makeup, that is everyday makeup. നമുക്കിപ്പോൾ ഓഫീസിൽ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും ഒക്കെ ഒരു റെഗുലർ ബേസിസിൽ ഡെയിലി ഉള്ള ഒരു ലൈറ്റ് മേക്കപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് സെഗ്മെന്റ് എത്തുന്നത്. സോ ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. Hello everyone, Lakshmi here. Welcome to yet another episode of Pernadaga. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന ഒരു എവറിഡേ മേക്കപ്പ് റുട്ടീനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിളാണ്, ഒരുപാട് കളേഴ്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ആസ് ഓൾവേസ് ന്യൂഡ് ലിപ്സിന് പകരം നമ്മൾ കുറച്ചൊരു ബെറി കളർ അല്ലെങ്കിൽ പിങ്ക് കളേഴ്സോ അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കണ്ടാൽ അറിയാം, ഞാനൊരു മേക്കപ്പിൻ്റെ ഒരു ബേസ് ഇട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ ബേസ് ചെയ്തു. നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എവറിഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള ബേസ് നിങ്ങൾ ചെയ്യണം. ആസ് ഓൾവേസ് മുഖമൊക്കെ ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം വേണം ബേസ് ഇടാൻ. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഞാനിപ്പം ഓൾറെഡി ചെറിയൊരു ഇതുണ്ട്, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ മേളിലും കൂടെ ഒരു വര വരയ്ക്കണം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ മേളിൽ ഒരു ഐലൈനർ വേഗം വരയ്ക്കാൻ പോവാണ്. വിങ്ങൊന്നും വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഐലൈനർ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. എവറിഡേ ബേസിസിൽ നിങ്ങൾക്ക് വിങ് ഒന്നും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കാൻ പറ്റിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ മസ്കാര മാത്രം നന്നായിട്ട് ഇടുക. സോ ജസ്റ്റ് ഒരു ഐലൈനർ സിമ്പിളായിട്ട് ഒന്ന് വരയ്ക്കുക. സോ ഞാൻ എൻ്റെ കണ്ണിന് മുകളിൽ ജസ്റ്റ് ഒരു ഐലൈനർ വരച്ചു. വിങ് ഒന്നും വരച്ചില്ല. നിങ്ങൾക്ക് മൂടുണ്ടെങ്കിൽ വിങ് വരയ്ക്കുക, വളരെ ചെറുതായിട്ട് വിങ് വരയ്ക്കണമെങ്കിൽ ചെറിയ വിങ് വരയ്ക്കുക. എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ എവറിഡേ ചെയ്യുന്നത് ബ്ലഷാണ്. കാരണം നമുക്ക് മുഖത്ത് ബ്ലഡ് ഫ്ലോ ഉള്ള പോലെയും യൂത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലൊരു എലമെൻ്റാണ് ബ്ലഷ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ബ്ലഷ് എടുത്തിട്ട് ഒരുപാട് അവർ ഇത് ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ മൈൽഡ് ആൻഡ് വളരെ ടോൺ ഡൗൺ ആയിരിക്കണം. ജസ്റ്റ് എൻ്റെ ചീക്ക് ബോൺസിൻ്റെ അവിടെ ജസ്റ്റ് ചെറുതായിട്ട് ഒരു പിങ്ക് കളർ ഞാൻ കൊണ്ടുവന്നു. കാരണം എനിക്ക് എപ്പോഴും ഒരു യൂത്ത്ഫുൾ ഗ്ലോ പോലെ cheeksലിരിക്കുന്ന ഇഷ്ടമാണ്. So applying a little bit of blush and then I'm going to apply some highlighter. എനിക്ക് ഹൈലൈറ്റേഴ്സ് ഇഷ്ടമാണ്, സ്കിൻ ഗ്ലോ ചെയ്യുന്ന പോലെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ എപ്പോഴും ഞാൻ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ കുറച്ചൊരു ഷാംപെയിൻ കളർ, ഓഫ് വൈറ്റ് ഷാംപെയിൻ കളറുള്ളൊരു ഹൈലൈറ്ററാണ്. ജസ്റ്റ് എൻ്റെ ചീക്ക് ബോൺസിൻ്റെ മുകളിൽ ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൈലൈറ്റർ ഫോർ ദാറ്റ് എക്സ്ട്രാ പഞ്ച് ഓഫ് ഗ്ലോ. കുറച്ച് cheek bonesിലും എൻ്റെ ക്യൂപിഡ്സ് ബോ, the center parts of my face just ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റർ കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ഐ ആം ഗോയിങ് ടു പോപ്പ് എ നൈസ് പിങ്ക് ലിപ്സ്റ്റിക്. പിങ്ക് എന്ന് വെച്ചാൽ ലൈറ്റ് പിങ്ക് അല്ല, ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പ്ലമ്മി പിങ്ക് ആണ് സാധാരണ ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ യൂസ് ചെയ്യുക. സോ ആദ്യം ഒരു കറൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഡീപ്പ് കറൻ്റ് ഒക്കെ ഇല്ലേ, കറൻറ്റ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്, ആ ഒരു ഫ്രൂട്ടിൻ്റെ പോലത്തെ ഒരു കളർ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫുൾ ലിപ്സ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിപ്സ് ആദ്യം ഫൗണ്ടേഷനോടെ മ്യൂട്ട് ചെയ്തിട്ട് ലൈൻ വെച്ച് വരച്ച് ലിപ്സ് ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ രണ്ട് ലിപ്പിനും ഈവൻ കളർ ആവുള്ളൂ. സോ അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. എന്നിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ നല്ല ഒരു പിങ്ക് പോലത്തെ ഒരു കളറാണ്, നല്ലൊരു പ്ലമ്മി പിങ്ക് കളറാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഞാൻ എവറി ഡേയിൽ ഇടുന്ന ഒരു കളറാണ് ഇത്. എനിക്ക് എപ്പോഴും ഞാൻ റെഗുലർ ബേസിസിൽ ഇടുന്ന ഒരു കളറാണ്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് അനുസരിച്ച് ഞാൻ മാറ്റും. ജനറലി ഇങ്ങനത്തെ ടോൺസാണ് ഞാൻ എവറി ഡേ യൂസ് ചെയ്യുക. ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ചെറുതായിട്ടൊരു ഐലൈനർ വരയ്ക്കുക, കുറച്ച് ബ്ലഷ്, കുറച്ച് ഹൈലൈറ്റ്, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്, പിന്നെ മസ്കാര. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മസ്കാര. എനിക്ക് നല്ല ലെങ്തനിങ് മസ്കാരാസാണ് ഇഷ്ടം. മസ്കാര ഇടുക, കണ്ട് തുറന്ന പോലെ തോന്നും. സോ നന്നായിട്ട് മസ്കാര ഇടുക. സോ എൻ്റെ മസ്കാര ഡ്രൈ ആയി. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് മേക്കപ്പ് സെറ്റ് ചെയ്യാം. ഇത് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക.
സോ എൻ്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇട്ടു, ഞാനത് മേക്കപ്പൊക്കെ സെറ്റായി. ഇതാണ് ഞാൻ സാധാരണ ഡെയിലി വെയറിൽ ഇടുന്ന മേക്കപ്പ്. ഒരുപാട് ഹെവി ആയിട്ടല്ല, ജസ്റ്റ് ബി ബി ക്രീം എൻ്റെ ബി ബി ക്രീം ഇടുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, സ്കിൻ ടോണിന് മാച്ച് ആയിരിക്കണം. പിന്നെ ഫൗണ്ടേഷൻ ഇടണമെങ്കിൽ ഒരുപാട് ഹെവി ഇടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മേക്കപ്പായിട്ട് ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് ഇട്ടു. പിന്നെ ജസ്റ്റ് കുറച്ച് ബ്ലഷ്, കുറച്ച് സിമ്പിളായിട്ടൊരു കണ്ണിലൊരു ഐലൈനർ, ഒരു ചെറിയൊരു കളർ, പിന്നെ മസ്കാര, ലിപ്സ്റ്റിക്, ഇതിൻ്റെ ആവശ്യമുള്ളൂ ഓൺ എ ഡെയിലി ബേസിസ്. ഇതാണ് ഞാൻ സാധാരണ എല്ലാ ദിവസവും എൻ്റെ പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഇടുന്ന ഒരു മേക്കപ്പ് റുട്ടീൻ. നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ വർക്കിംഗ് വിമൺ ആണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ എഴുതി അറിയിക്കുക. ഐ വിൽ സീ യു സൂൺ, വെരി സൂൺ, നെക്സ്റ്റ് വീക്ക്. അൺടിൽ ദെൻ, ബൈ ബൈ.